എൻ്റെ പേര് സബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. എൻ്റെ കയ്യിലിരുന്ന സാധനം എന്താണല്ലേ, ഈ സാധനം നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ആദ്യം പറഞ്ഞു തരാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണൻചാള, നമ്മുടെ അക്യൂരത്തിൽ കിടക്കുന്ന നമ്മുടെ കണ്ണൻചാള. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണത്തില്ല അതെന്താണ്. അങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ പുറകിലുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മീനിനെയും കൂടെ ഇടണം എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് പറഞ്ഞതനുസരിച്ച് അതിൻ്റെ സെയിം സ്പീഷീസിലുള്ള വേറൊരു മീൻ നമ്മൾ ഇടാൻ പോവാണ്. ആ മീനിനെ ഇട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നമ്മൾ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നമ്മൾ നേരെ ആറ്റിലോട്ട് പോവാണ്. പക്ഷേ സമയം ഇപ്പോൾ രാത്രിയാണ്. ഞാൻ ഓൾറെഡി മീനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ മീനിനെ പിടിക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. അപ്പം നമുക്കിതേ മീൻ അടിച്ചിരിക്കുകയാണ്. പീക്കിരി മീനാണ്. നമ്മൾ ഇവനെ അക്വരത്തിൽ കൊണ്ടിടാൻ വേണ്ടി കറക്റ്റ് സൈസ്, ഓവർ സൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അക്വരത്തിൽ ഇടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം എങ്ങനെ കണ്ടുപിടിക്കുന്നൊന്നും അറിയത്തില്ല. ഇതാണ് കേട്ടോ നാടൻ വരാലേ, ഒരു മഞ്ഞ ഷെയ്ഡ് കാണും. അതുപോലെ നല്ല കറുത്തിട്ടിരിക്കും, അടി നല്ല വെള്ളം നിറവാൻ. നമ്മൾ അവളെ സേഫ് ആയിട്ട് കവറിലേക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ കിടന്നു കേട്ടോ, ഇനി കിട്ടുമോ നോക്കാം. എന്താണ് നമുക്ക് വീട്ടിൽ പോയി നമ്മുടെ അക്വരത്തിലേക്ക് ഇട്ടാലോ. ഞങ്ങളുടെ മമ്മിയാണ് ഇന്നത്തെ വീഡിയോഗ്രാഫർ. മമ്മി വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. ഞാൻ അതിന് മുമ്പ് മീനൊന്ന് കാണിച്ചു തരാം. എന്താണ്ട് നടക്കുന്നു, ഒരു കുഴപ്പമില്ല. പുള്ളി പഴയ പോലെ തന്നെ എന്തോ തീറ്റ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനടുത്ത് നടപ്പാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സെറ്റപ്പ് ഒന്ന് മാറ്റിയത് കേട്ടോ. ഇവനെ ശരിക്കും കാണാൻ വയ്യായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാന്റൊക്കെ മാറ്റി, തടിയൊക്കെ മാറ്റി ഇവന് ഇച്ചിരി സ്പേസ് കൊടുത്തു. ഇപ്പോൾ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവനൊരു ബക്കറ്റിലിട്ടേക്കാണ് കാണിച്ചേ. ഇവനൊരു ബക്കറ്റിലിട്ടേക്കുവാണ്. പുള്ളി ബക്കറ്റിനകത്ത് സേഫായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കഴുകിയാലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടത് കിടന്നല്ലേ, ഇതിൻ്റെ ദേഹത്ത് ചെളിയൊക്കെ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗസോ എന്തെങ്കിലും കാണുമായിരിക്കും. ചുമ്മാ ഒന്ന് കഴുകി നോക്കാം. ഓ അയ്യോ, അടങ്ങി കിടക്ക്. ഇത് പിടിക്കാൻ ചെല്ലുന്നതാണ് ഒരു വിചാരം. ആ കിട്ടി. ഇതെടുക്ക്, ക്ലോസ് എടുത്തേ. ഇത് വെച്ച് കഴിക്കണം. അതെയല്ലേ, വൃത്തിയായല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇവന് ഈ കവറിലേക്ക് ഇടാം. ഇതാവുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുമല്ലോ എല്ലാവർക്കും. വൃത്തിയായല്ലേ? നമ്മളിവനെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. സൈഡിലൊരു ചെറിയൊരു പൊട്ടലുണ്ട് കേട്ടോ. അത് അവിടെ നിന്ന് പിടിച്ചപ്പോൾ അവൻ ചാടി വേണ്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്കിത് ഇവൻ നേരെ വെള്ളത്തിലേക്ക് ഇടാം. ഇവന് അതിനകത്തേക്ക് ഇടാൻ പോവാണ്. പുള്ളി കിടന്ന് കുറച്ച് ബഹളമാണ്. ഇവിടെ ഒരാൾ വന്നതേ എന്തോ തിന്നാൻ കൊടുക്കാൻ പോവാണെന്ന് വിചാരിച്ച് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അല്ല നിൽക്കുന്നുണ്ടോ, അവൻ എന്തോ തീറ്റ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈ കൊടുത്ത കൈ കടിക്കും കേട്ടോ. അപ്പം എന്താണ് നമ്മൾ ഇതിനകത്ത് തീറ്റ ഇവനെ ഇട്ടാലോ? മമ്മി തിന്നു? മമ്മി മിക്കവാറും ഇവൻ ഇതിനകത്ത് മൊത്തമായിട്ട് ഓടിക്കും കേട്ടോ. നമുക്ക് ഇട്ട് നോക്കാം എന്താണെങ്കിൽ. നമ്മൾ കയ്യിലെടുത്ത് ആളിവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമുക്ക് ഇടാൻ പയ്യെ. ബാ, ഫ്രണ്ടിൽ നിൽക്കോ. ആഹാ, കറക്റ്റ് സൈസ് അല്ലേ? നീ പോയി പരിചയപ്പെടാ. പോയി മിണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലേ? പിടിക്കാൻ നോക്കിയോ? അടിപൊളി. അത് കൊള്ളാലോ.
അല്ലെങ്കിൽ എന്തൊരു ഞാനോർത്തൊരു ഭയങ്കര യുദ്ധം നടക്കുമായിരിക്കും. അയ്യോ 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 സോൾവായോ? അയ്യോ ക്ലാസ് പൊട്ടത്തില്ല. അല്ല ഇവ എന്നതിനീ പിടിക്കുന്നത്, എന്നതിനീ ഓടിക്കുന്നതിനായിട്ട്? അയ്യോ രക്ഷയില്ല. അതിൻ്റെ സെയിം സൈസാണ് ആ മീൻ. കുറച്ച് ചെറുതാണ്ടോ പക്ഷെ എന്നിട്ടും. അയ്യോ അതിനെന്തിനാ അങ്ങനെ ചെയ്യുന്നതിനെന്തിനാ? എന്നിട്ട് ഉണ്ട് കടിച്ചു പറിച്ചെടുത്തിട്ട് തുപ്പിക്കളയാ. നിങ്ങൾ കൂട്ടാവോ മീ? എൻ്റെ പൊന്നു മച്ചന്മാരെ, നമ്മളൊരു നല്ല ഉദ്ദേശത്തോടെ അതിനൊരു ഫ്രണ്ടിനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇട്ടതാണ്. അവൻ്റെ ഏകദേശം അവൻ്റെ സെയിം സൈസ് ഉണ്ടത്. അതിനെ ഇട്ട് കടിച്ച് പറിച്ച്. നമ്മൾ എന്താണെന്ന് നമുക്കിതിനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളം മാറിക്കൊണ്ടിരിക്കുവാണ്. വെള്ളം മാറിയ ഉടനെ തന്നെ നമ്മൾ ഈ വരാലിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ വേറൊരു ഇതിനകത്തിടും. അതിനകത്തൊരു പ്രാണി ഒന്ന് വീണിട്ടുണ്ട്. ആ പ്രാണിയെ ഇപ്പോൾ കണ്ടോളാം. പ്രാണിയുടെ അവസ്ഥ കണ്ടോളാം. ആ പ്രാണീനെ ഇവൻ തിന്നത് തന്നെ കണ്ടോണേ. അതെപ്പോൾ വെള്ളത്തിൽ മുട്ടുന്നോ ആ വെള്ളത്തിൽ മുട്ടുന്ന സമയത്ത് അതിനെ തീർക്കും. ഇവൻ കണ്ടില്ലെന്ന് തോന്നുന്നു പിന്നെ അവനെ, അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഓ ഇതേ പോവാ. ഓ എന്താണെങ്കിലും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവനെ പൈപ്പ് വെച്ചതേ, ഇവനിതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവനെ പൈപ്പ് വെച്ച് ഓടിക്കാം. അത് മാത്രമേ നടക്കത്തുള്ളൂ. എൻ്റെ പൊന്നോ പോവാണേ, തപ്പിപ്പോവാ. അവനെ തപ്പിപ്പോവാണ്. ഇതേ പോന്നു ഓടാ ഓ. ഞാൻ ഓടിച്ചില്ലായിരുന്നെങ്കിൽ പോയി കടിച്ചു പറിച്ചേനെ, 100% ഉറപ്പാണ്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഈ ചേർമീൻ അല്ലെങ്കിൽ വരാൽ എന്ന് പറയുന്ന ഈ സാധനം ഇവൻ ഒരു റിവർ മോൺസ്റ്റർ തന്നെയാണ്. അതായത് ഇത് ഏത് മീനിനെ തിന്നും. ഇതിൻ്റെ സെയിം വലുപ്പത്തിനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞ മീനിനെ ഇവൻ ഓടിച്ചിട്ട് കടിച്ച് പറിച്ച് ഇവൻ തിന്നും. കാരണം ഇതിൻ്റെ പല്ല് ഭയങ്കര ഷാർപ്പാണ്. ഇത് കണ്ടോ, അത്രയും വലിപ്പമുള്ളൊരു വരാലിനെയാണ് ഇവനിട്ട് തിന്നാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്ന് ഇതിനകത്ത് ഇടുവാണെങ്കിൽ അങ്ങോട്ട് പോ. ഞാൻ ഇന്ന് ഈ വരാലിനകത്ത് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് നാളെ ഇതിനെ തിന്നിരിക്കും. ദേ പോവാണേ, ദേ പോന്നു. പോ. ഉണ്ടോ, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ വരാലിനെ രക്ഷിക്കണം, അത് നടക്കത്തുള്ളൂ. ഞാൻ ചെയ്തൊരു വലിയൊരു മണ്ടത്തരമാണ്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവൻ്റെ സെയിം സ്പീഷ്യസിൽ ഉള്ള ഒരാളെ തിന്നുമെന്ന്. അങ്ങോട്ട് പോരുത്. കണ്ടോ, ഇവിടെ വരാൽ ഇവിടെ കിടന്ന് അനങ്ങുന്ന കണ്ടിട്ട് അവനെ ഒട്ടും സഹിക്കുന്നില്ലേ. ഇത്രയും വലുതാണ് ഇവൻ, ഇത്രയും വലുപ്പമുണ്ട്. പക്ഷെ എന്നിട്ടും ഇവൻ എന്തിനാ ഇതിനെ തിന്നാൻ നോക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നും ഒരു 5 പല്ലി ഒരു ചിരട്ടയ്ക്ക്, അത് അരച്ചിരട്ട വരാം, അത്രയും തിന്നുന്നതാണ് ഇവൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കണം. എൻ്റെ വയറിൻ്റെ അടിയൊക്കെ കണ്ടോ, വയറിൻ്റെ അടിയൊക്കെ ആ കാണുന്നതൊക്കെ ഒരു വലിയൊരു മുറിവ. ദേ വരുന്നത് വന്ന് ഞാൻ ഇനി ഉറപ്പായിട്ട് ഞാൻ ഓടിക്കും. അങ്ങോട്ട് പോരുത്.
എൻ്റെ പൊന്ന് ഞാൻ വീഡിയോ കട്ട് ചെയ്യുവാണ്. ഈ മച്ചന്മാരെ കറണ്ട് പോയി. നമ്മളിവനെ എന്താണല്ലോ അതിനൊന്ന് രക്ഷിച്ചോട്ടോ ഒരു വിധത്തിൽ. ഇതുണ്ടോ ഇവൻ്റെ അവസ്ഥ ഉണ്ടോ? ഇത് മൊത്തം നമുക്ക് അടിച്ച് പറിച്ചതാണ്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല ഈ സാധനം എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുണ്ടോ. നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. സാമാന്യം നല്ല വലുപ്പമുള്ള വരാലാണ്. നമുക്ക് എന്താണല്ലോ ഇവനെ വെള്ളത്തിലിടാം. ഇത് നമ്മളത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. സോറിടാ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിന്നെ അവൻ തിന്നുമെന്ന്. സത്യം പറയാൻ എൻ്റെ കൊച്ചന്മാരെ ഡിപ്രഷൻ ഉണ്ട്. കാരണം നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പറഞ്ഞായിരുന്നു അതിൻ്റെ സെയിം സ്പീഷീസിലുള്ള മീനെ ഇടാൻ പറ്റും, വരാൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു, വേറെ മീനൊന്നും ഇടാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിനെ കൊണ്ടിട്ടത്. പക്ഷേ ടോട്ടലി ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. എന്താ ചെയ്യാനായിട്ടാണ്. പക്ഷേ മീൻ സേഫാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെ ഇച്ചിരി റിക്കവർ ആവുകയാണെങ്കിൽ നമ്മൾ അവനെ തിരിച്ച് റിവറിലോട്ട് തന്നെ വിടും, അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും മീനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ വരുന്ന കമൻറ്റിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നമ്മളിത് ഈ ഗിഫ്റ്റ് തരുന്നത്. ഇതൊരു ല്യൂർ ബോക്സ് ആണ്, നല്ല അടിപൊളി ല്യൂർ ബോക്സ് ആണ്. ക്യാബ്രൽ ഔട്ട്ഡോർസ് നമുക്ക് അയച്ചു തന്നെ ല്യൂർ ബോക്സ് ഏകദേശം 450-500 വിലയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അതിനകത്ത് നിന്ന് ഈ കമൻറ്റിനകത്ത് നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് അവർക്ക് ഈ ഗിഫ്റ്റ് നമ്മൾ അയച്ചു തരും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഗിഫ്റ്റ് കിട്ടുന്ന ആർക്കാണ് നോക്കാം കേട്ടോ.